കറാമത്ത് ഉണ്ടോ? നിഷേധിക്കാമോ? തള്ളാമോ? എന്താ നിങ്ങൾ പറയുന്നത്? കറാമത്തിനെ ആര് നിഷേധിച്ചുവോ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, അതൊരു സംശയവും വേണ്ട. എന്നാൽ കറാമത്തിലൂടെ കറാമത്തുള്ളവരോട് അള്ളാഹിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കുക എന്ന് വിശ്വസിക്കുന്നതോ അവനും ഇസ്ലാമെന്ന് പുറത്താണ്. പിന്നെ എന്താ കറാമത്തിന്റെ യാഥാർത്ഥ്യം? കേട്ടോ, ഖുർആൻ പറയട്ടെ. ഞാൻ സംസാരിക്കുന്നില്ല, അള്ളാന്റെ ഗ്രന്ഥം. നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു നോക്ക, പള്ളി തൊട്ടടുത്താണല്ലോ, അവിടെ ഇരുന്നിട്ടെടുത്ത് നോക്കൂടെ? അവിടെ ഇരുന്നിട്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നോക്കിയാൽ മതി. ആയുസ്സിൽ ഒരു അപൂർവ സൗഭാഗ്യമായിരിക്കും ഖുർആനിലൂടെയുള്ള ഒരു യാത്ര എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം. വിശുദ്ധ ഖുർആൻ നോക്കൂ, വളരെ ഗംഭീരമായി അവിടെ പറയുന്നു. ഖുർആനിലെ 3-ാം അധ്യായം, ഖുർആനിലെ 3-ാം അധ്യായം, ആ 3-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. കേട്ടോ, എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മുടെ നാടുകളിൽ മഹാന്മാരായ വലികളുടെ ഖബർസ്ഥാനുകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ട്, അറിയാലോ. ആ ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ കറാമത്തുകൾ കണ്ടവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. ഉണ്ടോ? ഇല്ല. കറാമത്ത് നമ്മൾ കേൾക്കാറേ ഉള്ളൂ. ആ വലിയ നിന്ന കറാമത്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഒരാളും അനുഭവിക്കുന്നില്ല. പിന്നെ എന്താ ഉള്ളൂ? ഏജന്റുമാരുടെ പ്രചരണം കേട്ട പരിചയമല്ലാതെ നമുക്കൊരാൾക്കില്ല. മൊയ്തീൻ ഷേഖിന്റെ കറാമത്ത് നമ്മളാരും കണ്ടിട്ടില്ല. ഇല്ല. ഉള്ളാളെ നിങ്ങളുടെ കറാമത്ത് നമ്മളാരും കണ്ടിട്ടില്ല. മുനമ്പത്ത് ബീവിയുടെ കറാമത്ത് നമ്മളാരും കണ്ടിട്ടില്ല. കറാമത്ത് ഏജന്റുമാര് പ്രചരിപ്പിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഖുർആൻ പറയാൻ ഒരു നബി ഒരു വനിതയുടെ കറാമത്ത് നിറഞ്ഞ കണ്ണുകളോടെ പലതവണ കാണുന്നു. കേട്ടോളൂ, പഠിച്ചോളൂ. വാശിയും വൈരൊന്നും വേണ്ട, വാശി പിടിച്ചാൽ നരകത്തു പോകും കേട്ടോ. ഈ വിഷയം കേൾക്കാതെ കൊഞ്ഞനം കുത്തിയാലും കമന്റ് പറഞ്ഞാലും നരകത്തു പോകും. മറിച്ച് തീരെ പഠിച്ചോളേ, തമാശയല്ലത്. ഇത് സാധാരണ പറയുന്ന മുസ്ലിയാക്കന്മാരെ വയലല്ലത്, തെളിവുദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. കേട്ടോളൂ, ശ്രദ്ധിച്ചോ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അവർക്ക് വലിയ കറാമത്ത് അള്ളാഹു കൊടുത്തു. വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ക്ഷാമകാലത്ത്, പ്രയാസം നേരിടുന്ന കാലത്ത്, ക്ഷേമകാലത്തല്ല, ക്ഷാമകാലത്ത്, ഐശ്വര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഭക്ഷണത്തിനൊക്കെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പള്ളിയിലെ മെഹ്റാബിൽ ആകാശത്തു നിന്നല്ലാഹു ഭക്ഷണത്തലിക ഇറക്കി കൊടുത്തു. കറാമത്തല്ലേ? ആണ്. ഖുർആൻ പറഞ്ഞോ? ഉണ്ട്. ഇനിയാണ് നമ്മൾ വിഷയം പഠിക്കേണ്ടത്. നെല്ലും പതിരും വേർതിരിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇന്നത്തെ സമൂഹത്തെ ഖുർആനുമായി ഞാൻ താരതമ്യം ചെയ്തിട്ട് ഈ സമൂഹത്തിന് ഖുർആന്റെ പിൻബലമുണ്ടോ, അല്ല ഖുർആൻ വേറൊരു റൂട്ടിലാണോ, ഈ സമൂഹം മറ്റൊരു റൂട്ടിലാണോ? യുവാക്കളെ, ആയുസ് എപ്പോഴും തീർന്നു പോകുന്നതാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്. നാളെ എവിടെ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് പറയാനാവില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരിക്കുക, നാളെ എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഖുർആനിലെ 31-ാം അധ്യായം 34-ാമത്തെ വചനം. അതുകൊണ്ട് ഓർത്തോളി, മഞ്ഞപ്പെട്ടിയിൽ നിങ്ങൾക്ക് സത്യത്തോട് കൂറുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ സംഭവം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ഖുർആനാണ് പറയുന്നത്. കറാമത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. കറാമത്ത് ഇതാ അവിടെ കാണിക്കുകയാണ്. അതൊരു പ്രവാചകൻ കാണുകയാണ്. മനസ്സിലായിക്കോളി, ഒരു പ്രവാചകൻ നേരിട്ട് കാണുകയാണ്. ആ പ്രവാചകന് പോലും അല്ലാഹു അത് കൊടുത്തില്ല. അത് മറിയം ബീവിക്ക് കൊടുക്കുകയാണ്. ആകാശത്തുനിന്ന് ഭക്ഷണം ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ശരിക്കും ശ്രദ്ധിക്ക്. ഖുർആൻ പറയുന്ന 3-ാം അധ്യായം 36, 37, 38, 39, 40, 42, 41, 43 വരെ ആ വചനങ്ങൾ മുഴുവൻ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക. പിന്നെ 36 മുതൽ 43 വരെ ഉള്ള വചനം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ സക്കറിയ നബി വരുമ്പോ മെഹ്റാബിലേക്ക്, അതൊരു പള്ളിയിലെ മെഹ്റാബില് മറിയം ബീവി ഇരിക്കുക കേട്ടോ. സമസ്തക്കാരെ മനസ്സിലാക്കേണ്ട, ഒരു പള്ളിയിലെ മെഹ്റാബിൽ, ഒരു പള്ളിയിൽ നിസ്കരിച്ചു മറിയം ബീവി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഒരേ ഒരു വനിതയുടെ പേര് ഖുർആൻ പറഞ്ഞു. ആ വനിത പള്ളിയിൽ നിസ്കരിച്ചു എന്നും ഖുർആൻ പറഞ്ഞു. നിഷേധിക്കാനാവാത്ത തെളിവാണ് അംഗീകരിക്കുന്നവർക്ക്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ മറിയം ബീവിക്ക് ആകാശത്ത് നിന്നുള്ള ഭക്ഷണം ഇറക്കി കൊടുക്കുന്നത് സക്കറിയ നബി കാണുക. എന്നിട്ട് സക്കറിയ നബി അലൈഹിസ്സലാം ചോദിക്കാൻ, അന്നാലകി ഹാദാ, ഇത് എവിടുന്ന് കിട്ടി? എവിടുന്നാ ഇത് കിട്ടിയത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ. മറിയം ബീവി പറയും, ഇതൊക്കെ എന്റെ പൗരോണ്ട്, എന്റെ കറാമത്താന്നല്ല, ഇതെനിക്ക് അല്ലാഹു തന്നതാ. കണ്ടോ? ഇതെനിക്ക് അല്ലാഹു തന്നതാ. ഇവിടെ എന്താ പ്രശ്നം? കറാമത്ത് അല്ലാഹു തന്നതാണെന്ന് വിശ്വസിക്കാൻ, മനസ്സിലാക്കാൻ. എന്നിട്ടോ അല്ല കൊടുത്ത കറാമത്തുള്ളവരോട്, അതായത് ആരാ, ഈ പോയിന്റ് ശ്രദ്ധിച്ചോ, ആരാണോ കറാമത്ത് കൊടുത്തത്, കരുണാമയനായ റബ്ബാണ് ഈ കറാമത്ത് കൊടുത്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? കറാമത്ത് കൊടുത്ത റബ്ബിനെ വിട്ട് അടിവരയിടണം.
കറാമത്ത് കൊടുത്ത റബ്ബിനെ വിട്ട് ആർക്കാണോ കറാമത്ത് കൊടുത്തത് അവരെ പിടിക്കുന്ന സമസ്തയുടെ ഏർപ്പാട് ഇസ്ലാമികമല്ല. എന്തേ തെളിവ്? ഖുർആനാണ് തെളിവ്. ഖുർആനാണ് തെളിവ്. കേട്ടോ, സക്കരിയ നബി ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവര് പറഞ്ഞത് എനിക്ക് പടച്ചോൻ തന്നതാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ക് നോക്കാതെ അവൻ കൊടുക്കും എന്ന് പറഞ്ഞു. ഈ സംഭവം ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ ഏതൊരു സുന്നിയും ഈ ആയത്ത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ നിങ്ങൾ സമസ്തയുമായി ഈ ആയത്തിനെ ബന്ധപ്പെടുത്തുക, മുജാഹിദുകളുമായി ഈ ആയത്തിനെ ബന്ധപ്പെടുത്തുക. മുജാഹിദുകളെയും സമസ്തയെയും ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിയാൽ മുജാഹിദുകൾ പറയുന്നതത്രേ ശരി, സമസ്തയോ പിഴച്ചുപോയിരിക്കുന്നു. കേട്ടോളി, നമ്മുടെ നാട്ടിൽ ഇതിന്റെ മറ്റൊരു വശം പറഞ്ഞ് അതിനെ പൂർത്തീകരിക്കാൻ കേട്ടോളൂ. നമ്മുടെ നാട്ടിലെ സുന്നി പള്ളിയിൽ ഒരു ബീവി പ്രത്യക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അങ്ങനെ ഉസ്താദ് പള്ളിയിലേക്ക് സുബൈക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഈ ബീവിക്ക് അല്ലാഹു ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുന്ന ഉസ്താദ് ഇങ്ങനെ കാണുകയാണ്. സപ്പോസ് അങ്ങനെ വിചാരിച്ചോളൂ. ഖുർആനിലെ അതേ കഥ അതുപോലെ ആധുനീകരിച്ചു പറഞ്ഞു തരികയാണ്. അങ്ങനെ ഭക്ഷണം ഇറക്കുന്നത് കണ്ട അത്ഭുതപ്പെടുവോ ഉസ്താദ്? ഉസ്താദ് അത്ഭുതപ്പെടും. ഉസ്താദ് എന്ത് ചെയ്യും? അന്ന് മൈക്കിൽ ബാങ്ക് പോലും കൊടുക്കാതെ ഉസ്താദ് ഓടി മൈക്കിന്റെ അടുത്ത് വരും. എന്നിട്ട് ഉസ്താദ് പറയും, ഒന്നോളിയോ ഒരു വലിയ ബീവി വന്നിക്കണോ, വലിയ കറാമത്തുള്ളേ. അവിടെ പന്തലായി, ട്രെൻഡായി, വാഹനായി, പിന്നെ നിസ്കാരത്തിനൊന്നുമില്ല പ്രാധാന്യമില്ല, പിന്നെ ആ ബീവിന്റെ പിന്നാലെയായി. അങ്ങനെയാണല്ലോ ഇന്ന് സമസ്ത നിർണ അതാണല്ലോ. എന്നാൽ ഇസ്ലാം എന്താ? സക്കരിയ നബി കറാമത്ത് കണ്ടു. സക്കരിയ നബി എന്ത് ചെയ്തു? മുസ്ലിങ്ങളെ ചിന്തിക്കണം. അള്ളാഹ് പറഞ്ഞിടത്ത് നിന്നിട്ടുള്ള കഷ്ടമാണ്, നഷ്ടമാണ്. ദുനിയാവ് നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. ദുനിയാവിൽ ഒരുപാട് നഷ്ടമുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ. ആഖിറത്തിൽ അതിനേക്കാൾ ഗുരുതരമായ നഷ്ടമാണ് വരാനിരിക്കുന്നത്. സക്കരിയ നബി കറാമത്ത് കണ്ടു. സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിൽ എന്താ വേണ്ടത്? മറിയം ബീവിന്റെ കറാമത്തുള്ളത് കൊണ്ട് തന്നെ അത് നേരിട്ട് ഏജന്റുമാരിന്ന് കള്ളക്കഥ കേട്ടതല്ല, നിറഞ്ഞ കണ്ണോടെ കാണുക. എന്നാ സക്കരിയ നബി എന്താ വേണ്ടത്? സക്കരിയ നബിന്റെ ആവശ്യം മറിയം ബീവിനോട് തേടണം. തേടിയോ? ഒരു കുട്ടിനെ കിട്ടുക എന്നുള്ളത് സക്കരിയ നബിന്റെ അഭിലാഷമായിരുന്നു, മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. എന്നിട്ടോ സക്കരിയ നബി ഈ കറാമത്ത് കണ്ടപ്പോ എന്താ ചെയ്തത്? അതാണ് നമുക്കുള്ള പാഠം. എന്താ ചെയ്തത്? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മോനെ അവിടെ ആരെ കൈ കൊടുത്താൽ മതി കേട്ടോ, കടലാസ് അവിടെ കൊടുത്താൽ മതി. ഇവിടെ ഒക്കെ വയറുണ്ടൊക്കെ ചവിട്ടി കിടുന്നു, അവരെ കയ്യിലുണ്ട്. ഓക്കെ, അവിടെ കൊടുക്കുക, എന്നിട്ട് പാസ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ് നോക്കൂ, വിശുദ്ധ ഖുർആൻ ഈ വിഷയം പഠിപ്പിച്ചു തരികയാണ് നമുക്ക്. ഈ വിഷയം ഗംഭീരമായി പഠിപ്പിച്ചു തരികയാണ്. ഗംഭീരമായിട്ട് പടച്ച തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ട് നോക്കണം. ആ സംഭവത്തിന്റെ ഒരു രൂപം കൂടെ ഒന്ന് നോക്കിയേ. സക്കരിയ നബി അലൈഹിസ്സലാം കറാമത്ത് എന്ത് ചെയ്യുന്നു? കാണുന്നു. നിറഞ്ഞ കണ്ണുകളോടെ കാണുന്നു, അല്ലെ? കറാമത്ത് കാണുന്നു. ഈ കാഴ്ചയിൽ സക്കരിയ നബി മറിയം ബീവിയെ വിളിച്ചു തേടുന്നുണ്ടോ? ഇല്ലേ. കറാമത്ത് കൊടുത്ത ബീവിയെ തേടുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലേ. ഇല്ല എന്ന് മാത്രമല്ല, അവിടെ വെച്ച് സക്കരിയ നബിയുടെ ഒരു ആഗ്രഹം, ഒരാശയം, ഒരു താല്പര്യം അള്ളാഹിനോട് പറയാണ് ചെയ്യുന്നത്, പടച്ച തമ്പുരാനോട് പറയാണ് ചെയ്യുന്നത്. എങ്ങനെ? കേട്ടോ, വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഇത് കണ്ടപ്പോ സക്കരിയ നബി എന്നൊരു, സക്കരിയ നബിക്ക് കുട്ടികളില്ല. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അല്ലാഹ് പറയട്ടെ, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് ഈ മറിയം ബീവിയുടെ കറാമത്ത് കണ്ട ഉടനെ ആരാണോ കറാമത്ത് കൊടുത്തത് ആ നാഥനോട് സക്കരിയ നബി തേടി. ഇവിടെ സംഭവിക്കുന്നതോ നമ്മുടെ നാട്ടിൽ കറാമത്തുള്ളവനോട് തേടി കറാമത്ത് കൊടുത്തവനെ വിട്ടു. ഇസ്ലാമോ കറാമത്ത് കൊടുത്തവനോട് തേടി കറാമത്തുള്ളവനെ വിട്ടു. ഇതിലേത് വേണം? ഇനി ഇതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ എനിക്ക് വയ്യ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. ചിന്തിക്കുന്നവർ മുഴുവനും ചിന്തിക്കണം. സക്കരിയ നബി കറാമത്ത് കണ്ടപ്പോൾ റബ്ബിനോട് തേടി. അപ്പൊ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? കറാമത്ത് കൊടുത്ത് നിങ്ങൾ നോക്ക്, നമ്മളിപ്പോ സാധാരണ ഒരു ലളിതമായ ഉദാഹരണത്തോട് വ്യക്തമാക്കാം. കോടീശ്വരനായ ആചാര്യ പാവം പിടിച്ച ഒരാൾക്ക് ഒരു നല്ല വീടുണ്ടാക്കി കൊടുത്തു. ആ വീട് കോടീശ്വരനായ ആചാര്യ ഉണ്ടാക്കി കൊടുത്താണ്, എല്ലാവർക്കും അറിയാം. എന്നിട്ടോ ആ നാട്ടിലെ ഏറ്റവും ദരിദ്രൻ ഈ ദരിദ്രനെ ചെന്നിട്ട് എനിക്ക് വീടുണ്ടായി തരണേന്ന് പറഞ്ഞാലോ ഇങ്ങനെ ഉണ്ടാവും? ആരാണോ ഇയാൾക്ക് വീട് വെച്ചു കൊടുത്ത ആ ധനാഢ്യനോട് പറയണോ എനിക്കൊരു വീടുണ്ടായി തരണോ? അല്ലെ? ഇത് ദുനിയാവിലൊരു ലളിത ഉദാഹരണം. അള്ളാഹ് കറാമത്ത് ആർക്കാ കൊടുത്തത്? ആ കറാമത്ത് അള്ളാഹ് കൊടുത്തതാണ്. അതുകൊണ്ട് അള്ളാഹിനോടാണ് തേടേണ്ടത്, പടച്ച തമ്പുരാനോട്. അതാണ് ഇസ്ലാം. നിങ്ങൾ നേരെ തിരിച്ച് ഇതിന്റെ നേരെ വിപരീതം. ഞാനിപ്പോ ഖുർആനിന് കറാമത്തിന്റെ സംഭവം പറഞ്ഞു. കറാമത്ത് കണ്ടവരോട് തേടിയല്ല, കറാമത്ത് കൊടുത്തവനോട് തേടി എന്ന ആയത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ,
വിശുദ്ധ ഖുർആനിലെ 2-3 ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ഒരു കറാമത്ത് കാണിച്ച വലിയനോട് ആ കറാമത്തിന്റെ പേരിൽ ഒരു വ്യക്തി തേടിയതായി നിങ്ങൾ തെളിയിക്കുക. എന്നാ തീർന്നു പ്രശ്നം. ഇന്ന വലിയന് കറാമത്ത് കൊടുത്തിട്ട് അക്കറാമത്ത് ഇവര് ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ ആ കറാമത്ത് കൊടുത്ത വലിയനോട് തേടിയ ഒരു സംഭവം നിങ്ങൾ ഉദ്ധരിക്കുക. സഹിയായ പരമ്പരയോടെ ഹദീസുകളിൽ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാണ് വിഷയം. അപ്പോ ഈ സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണ്? കറാമത്തുള്ളതാണ്. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട വലിയകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ കറാമത്ത് കൊടുത്തവരോട് തേടാൻ അള്ളാഹിന്റെ ഖുർആനിൽ ഒരൊറ്റ ആയത്തും തെളിവില്ല, ഹദീസിൽ ഒരൊറ്റ ചരിത്രത്തിലും തെളിവില്ല. ആസിം റളിയല്ലാഹു അൻഹു കേട്ടോളൂ, ബദർ യുദ്ധം കഴിഞ്ഞ് മക്കത്തെ വിശേഷങ്ങൾ അറിയാൻ 10 പ്രഗത്ഭരായ സഹാബിമാരെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞയച്ചതിൽ ആസിം റളിയല്ലാഹു അൻഹുവിനെ അവർ പിടിച്ചു. ഒരുപാട് ആളുകൾ 10 പേരെയും അവർ പിടിച്ചു, പലരെ അവർ കൊന്നു, പലരെ അവർ ഉപദ്രവിച്ചു, 1-2 പേര് വിട്ടുപോന്നു. അങ്ങനെ ഈ സംഭവത്തിൽ ആസിം റളിയല്ലാഹു അൻഹു അവർ കൊന്നിട്ട് ശത്രുപക്ഷം എന്ത് ചെയ്തു? ആ ശത്രുപക്ഷം, ആ ശത്രുക്കൾ അവരെന്ത് ചെയ്തു? അവര് ഈ മയ്യത്തിനെ വീണ്ടും വികൃതമാക്കാൻ, അങ്ങേയറ്റം വികൃതമാക്കാൻ, ഈ മയ്യത്തിനെ വികൃതമാക്കാൻ അരിശം തീരാന് അവര് വീണ്ടും ഈ മയ്യത്തിന്റെ സമീപത്തേക്ക് വന്നു. കേട്ടോളൂ, കറാമത്തിന്റെ 2ാമത്തെ കഥ, മരണാനന്തര കറാമത്തിന്റെ കഥയാണ് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതൊന്നും വിശേഷിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുക. ഈ ആസിം റളിയല്ലാഹുവിന്റെ ബോഡി വികൃതമാക്കാൻ, തുണ്ടം തുണ്ടമാക്കാൻ ശത്രുക്കൾ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിം റളിയല്ലാഹുവിന്റെ മയ്യത്തിന്റെ ബോഡിക്ക് ചുറ്റിലും, അഥവാ ഈ മയ്യത്തിന്റെ ചുറ്റിലും തേനീച്ചയെ വട്ടമിട്ട് പറപ്പിച്ചു. ഒരൊറ്റ മനുഷ്യൻ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം തേനീച്ചക്ക് അല്ലാഹു ബോധനം നൽകി. തേനീച്ച ഈ മയ്യത്തിനെ വട്ടമിട്ട് പ്രൊട്ടക്ട് ചെയ്തു നിന്നു. ഈ സംഭവം ഹദീസുകളിൽ, ചരിത്രങ്ങളിൽ സഹാബികൾ ഉദ്ധരിക്കുന്നതാണ്. എന്നാൽ ഈ കറാമത്ത് കണ്ട ഏതെങ്കിലും ഒരു സഹാബി, ഇതാണ് ഞങ്ങളുടെ പോയിന്റ്, ഏതെങ്കിലും ഒരു സഹാബി ഈ കറാമത്ത് കാണിച്ച ആസിം റളിയല്ലാഹുവിന്റെ മരണത്തിന് ശേഷം ആസിം റളിയല്ലാഹുവിനോട് ഇന്നത്തെ സമസ്തക്കാര് തേടുന്ന പോലെ തേടിയോ? ഇല്ല. ഇതാണ് വിഷയം. ഇത് നിങ്ങൾക്ക് ക്ലീനായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതിൽ കവിഞ്ഞ് ഇതിനൊരു ക്ലീനായ വിശദീകരണം നിങ്ങൾക്ക് തരാനില്ല. അത്ര ക്ലീൻ, വ്യക്തമാണ്, ആളുകൾക്ക് ആ കാര്യം മനസ്സിലാവും. അപ്പൊ മുജാഹിദുകൾ എന്ത്? കറാമത്തിനെ അംഗീകരിക്കുന്നു, പക്ഷെ കറാമത്തുള്ളവരോട് തേടാൻ അത് തെളിവല്ല. 4ാമത്തെ ഭാഗം കേട്ടോളൂ. അതായത് ലോകത്ത് ഏതെങ്കിലും ഒരു നബി, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുയായികളെ, ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ ശരിക്കും മനസ്സ് കുത്തിവെക്കണം. ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ പ്രബോധന കാലഘട്ടം കഴിഞ്ഞ് മരിക്കുന്നതിന് മുമ്പായി, അടിവരയിട്ട് നോട്ട് ചെയ്ത് പറയണം, ആ പ്രവാചകന്റെ വഫാത്തിന്റെ മുമ്പായി ഏതെങ്കിലും ഒരു നബി എന്റെ മരണശേഷം, നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്, എന്റെ മരണശേഷം ഞാൻ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ എനിക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് കൊണ്ട് നിങ്ങൾക്ക് തേടാം എന്ന് പഠിപ്പിച്ച ഒരൊറ്റ നബിയുടെ പേര് ഉദ്ധരിക്കാമോ എന്നൊരു ചോദ്യമാണ്. സാധ്യമല്ല. അതാണ് വിഷയം. അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കുക, ചിന്തിക്കുക. എന്ത് ചിന്തിക്കണം? ഏതെങ്കിലും ഒരു നബി അദ്ദേഹം ജീവിതകാലത്ത്, അതായത് അദ്ദേഹത്തെ നബിയായി തെരഞ്ഞെടുത്തു എന്ന് വിചാരിച്ചോ, 20ാമത്തെ വയസ്സിൽ, ഫോർ എക്സാമ്പിൾ 40ാമത്തെ വയസ്സിൽ, എന്നിട്ട് അദ്ദേഹം 63 കൊല്ലം ജീവിച്ചു ആ ജനസമൂഹത്തിനിടയിൽ. ആ 23 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും മരിച്ചുപോയ ഏതെങ്കിലും ഒരു നബിയുടെ മുഅ്ജിസത്ത് കൊണ്ട് നിങ്ങൾക്ക് തേടാം എന്ന നബി പ്രസംഗിച്ചതായി ഒരൊറ്റ സഹിയായ പരമ്പരയിലൂടെ ഒരു റിപ്പോർട്ടുണ്ടോ? കാണാൻ സാധ്യമല്ല. ഇതാണ് വിഷയം. ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കാം. ഈ വിഷയം ശരിക്കും ഉൾക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ അമ്പിയാക്കൾ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ ആരെങ്കിലും, നമ്മളൊന്ന് അവിടെ ഇരുന്നേ, മുജാഹിദുകളായ ആളുകൾ അവിടെ ഇരിക്കാം. നമ്മുടെ പരിപാടി ക്ലിക്ക് ചെയ്തു, അത്രയുള്ളൂ. നമ്മുടെ പ്രോഗ്രാം ഹൃദയാന്തരാളങ്ങളിലേക്ക് രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന കസേരയിൽ വളരെ സൈലന്റ് ആയിട്ടിരിക്കാം. നിങ്ങൾ കണ്ടില്ലേ,